കഴിഞ്ഞ ചാപ്റ്ററിൽ സ്പെസിയേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹൗ സ്പെസിയേഷൻ ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ ദി ഓർഗാനിക് എവല്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ ഈ നെക്സ്റ്റ് ചാപ്റ്ററിൽ we are going to see about isolations and isolating mechanisms. അപ്പോൾ ഐസൊലേഷൻ പറയുമ്പോൾ it is another process that is helping in the formation of new species or causation of speciation, causative factor of speciation, and thereby paving way for the organic evolution. അപ്പോൾ സ്പെസിയേഷൻ ഉണ്ടാക്കുന്നതിൽ ഒരു മേജർ റോള് ഇതിനുണ്ട്, ഈ ഐസൊലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനുണ്ട്. ഓക്കെ, so in this chapter we are going to see about the isolation and isolating mechanisms. Okay, so എന്താണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മലയാളം മീനിങ് നോക്കുകയാണെങ്കിൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ എന്നാണ് അർത്ഥം. അപ്പോൾ ആനിമൽസ് വലിയ രീതിയിൽ ഒറ്റപ്പെടുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെ ഈ ഒരു ഐസൊലേഷൻ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമയത്ത് ഇത് ഒരു പുതിയൊരു സ്പീഷീസിന്റെ ഫോർമേഷനുള്ള വഴി ഒരുക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മാറാം. So that is the importance of this isolation. So isolation is any external or internal barrier എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം. which prevents the internal breeding between the population. അതിനെയാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു ബാരിയറാണ്, ഈ ബാരിയറാണ് ആനിമൽസിനെ എന്ത് ചെയ്യുന്നത്? ബ്രീഡ് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പോപ്പുലേഷനിലുള്ള മെമ്പേഴ്സിനെ തമ്മിൽ ബ്രീഡ് ചെയ്യുന്നത്, അതിനെ പ്രിവെന്റ് ചെയ്യുന്ന എന്തോ ചില ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സ് എക്സ്റ്റേണൽ ബാരിയേഴ്സ് ആവാം, ഇന്റേണൽ ബാരിയേഴ്സ് ആവാം. എക്സ്റ്റേണൽ ബാരിയർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നേച്ചറിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. ഇന്റേണൽ ബാരിയർ എന്ന് പറയുമ്പോൾ ആനിമൽസിന്റെ ഇന്റേണൽ ഫിസിയോളജിക്കൽ മെക്കാനിസംസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബാരിയർ ആവാം. അപ്പോൾ ഒന്നുമില്ലേ ശരീരത്തിന് പുറത്താവാം, അല്ലെങ്കിൽ ശരീരത്തിനകത്താവാം, അതല്ലെങ്കിൽ അവർ താമസിക്കുന്ന എൻവയോൺമെന്റിലാവാം. എവിടെ വേണമെങ്കിലും ഈ ഒരു ബാരിയർ ഉണ്ടായിരിക്കാം. ഈ ബാരിയർ എന്താ പ്രിവെന്റ് ചെയ്യുന്നത്? ഇവർ തമ്മിലുള്ള ഇന്റർ ബ്രീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐസൊലേഷൻ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? The population they are getting separated. The populations they are getting separated. അപ്പോൾ ഈ പോപ്പുലേഷൻ സെപ്പറേറ്റഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? The gene exchange or the gene flow will be prevented. Okay, so these genetic factors which is acting as an evolutionary raw material. So these factors it will be acting on one population, but it may not be acting on another population. അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത്. അതായത് ഒരു പോപ്പുലേഷൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സെപ്പറേറ്റഡ്. ഓക്കെ, ആൻഡ് ഒരു ഗ്രൂപ്പിൽ എന്താ ഉണ്ടാവുന്നത്? ജനറ്റിക് ഫാക്ടേഴ്സ് ആർ ആക്ടിങ്. അപ്പോൾ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ? മ്യൂട്ടേഷൻ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മ്യൂട്ടേഷൻസ്, റീകോമ്പിനേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, ഇങ്ങനെ പലതരം ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ? ജീൻസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ്.
Okay, so these are genetic factors which are acting as a or paving way for the evolution or acting as a raw materials of evolution. This may be acting differently on one population and this may not be affecting on another population. Okay. അപ്പോൾ അങ്ങനെയാണ് ഈ സെപ്പറേറ്റഡ് ആയി ഇരിക്കുന്ന പോപ്പുലേഷൻസ് തമ്മിൽ എന്ത് വരുന്നത്, വേരിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈച്ച് സെപ്പറേറ്റഡ് ഓർ സെഗ്രിഗേറ്റഡ് പോപ്പുലേഷൻ ദാറ്റ് വിൽ ബിക്കം എ സെപ്പറേറ്റ് സ്പീഷീസ്. സോ അപ്പോൾ ഈ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻസ് ദേ ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ്. ഇനി ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസിൽ എന്ത് വരുന്നുണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സിന്റെ ഇഫക്റ്റ് വരുന്നുണ്ട്, എസ്പെഷ്യലി ദ evolutionary raw materials, and they act differently on this different population that has been segregated. So each segregated population they form a separate species. So അപ്പോൾ with നമ്മുടെ റൊമെയിൻസ് എന്ന് പറയുന്ന എവല്യൂഷണറി സയന്റിസ്റ്റ്, അക്കോർഡിംഗ് ടു ഹിം, വിത്തൗട്ട് ഐസൊലേഷൻ or prevention of interbreeding, organic evolution is not at all possible. So that is the importance of isolation or significance or role of isolation in the formation of a new species. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തിന്, the mechanism of isolation in the creation of a new species. Okay, അപ്പോൾ ഇത്രയുള്ളൂ, ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ. ഇറ്റ് ഈസ് എ ബാരിയർ, അത് ഇന്റേണലോ എക്സ്റ്റേണലോ ആവാം. ഈ ബാരിയർ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് പ്രിവെന്റിങ് ദി ഇന്റർബ്രീഡിങ് ബിറ്റ്വീൻ ദി പോപ്പുലേഷൻ. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐസൊലേഷൻ ഉണ്ടാവുമ്പോൾ നടക്കുന്നത് എന്താ, ദ പോപ്പുലേഷൻ ഇറ്റ് ഈസ് ബീയിങ് സെപ്പറേറ്റഡ്. അതുകൊണ്ട് തന്നെ പിന്നെ അവർ തമ്മിൽ ഇന്റർബ്രീഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ദർ വിൽ നോട്ട് ബി എനി ജീൻ ഫ്ലോ. പിന്നെ നമ്മൾ പറയുന്ന ഈ എവല്യൂഷണറി റോ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ചില ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ, മ്യൂട്ടേഷനോ റീകോമ്പിനേഷനോ എന്തോ ആയിക്കോട്ടെ, ദേ ആക്ട് ഡിഫറെന്റ്ലി അപ്പോൺ ദിസ് പോപ്പുലേഷൻ. അത് ചിലപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഇറ്റ് മേ ബി ഹാവിങ് എ കൺസിഡറബിൾ ഇഫക്റ്റ്, അനദർ പോപ്പുലേഷനിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഇഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഒരു ലേക്ക് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റിവർ. ഓക്കെ, ഒരു റിവർ ഉണ്ട്, ഒരു സൈഡ് ഒരു വലിയ ഒരു ഫാക്ടറി വന്നിട്ട് പൊല്യൂട്ടൻസ് ഒക്കെ തള്ളാന്ന് വിളിക്കുക, നല്ല വീതിയുള്ള റിവറാണ്. അപ്പൊ ആ ഭാഗത്തുള്ള വെള്ളം എന്താണ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്, ക്ലീൻ വാട്ടർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ റിവർ എന്ത് ചെയ്യാണ്, ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഒരു പോപ്പുലേഷനിൽ പെട്ടിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. ദേ ആർ എക്സ്പോസ്ഡ് ടു ടു ഡിഫറെന്റ് കണ്ടീഷൻസ്. അപ്പൊ ഈ പൊല്യൂട്ടന്റ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഭാഗത്തുള്ള ആനിമൽസിന് എന്ത് സംഭവിക്കും, മ്യൂട്ടേഷൻ സംഭവിക്കും. മറ്റേ ഭാഗത്ത് ഇറ്റ് വിൽ നോട്ട് ബി എഫക്റ്റിംഗ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് the genetic factors acting on one population, it may not affect the population on the other side or the other segregated population. അപ്പൊ എന്താ സംഭവിക്കുക, ആ സെഗ്രിഗേറ്റഡ് പോപ്പുലേഷനിൽ എവിടെയാണോ ഈ ജനറ്റിക് ഫാക്ടേഴ്സിന്റെ ഇഫക്റ്റ് വരുന്നത്, they will be forming a separate. Okay, so that is the importance of isolation in the formation of a new species. അപ്പം ഇനി നമ്മൾ ഐസൊലേറ്റിംഗ് മെക്കാനിസംസ് നോക്കുകയാണെങ്കിൽ there are two major type of isolation. അതിൽ ഒന്ന് ജോഗ്രഫിക് ഐസൊലേഷൻ ആണ്. അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട്, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കാം. ജോഗ്രഫിക് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഏരിയന്റെ ജോഗ്രാഫിക്കൽ പെക്യൂലിയാരിറ്റീസ്, ആ ഒരു ജിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇറ്റ് ഈസ് കോസിങ് ദി ഐസൊലേഷൻ. അപ്പൊ ജിയോളജിക്കൽ പെക്യൂലിയാരിറ്റീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വലിയ ഒരു ലാൻഡ് മാസ് ആവാം.
ഇപ്പൊ ലാൻഡ് എങ്ങനെയാണ് ആനിമൽസിനെ ഐസൊലേറ്റ് ചെയ്യുക? അക്വാറ്റിക് ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ ലാൻഡ് ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ വാട്ടർ മാസ് ആരെ ഐസൊലേറ്റ് ചെയ്യുക? ലാൻഡ് അനിമൽസിനെ അല്ലെ ഐസൊലേറ്റ് ചെയ്യും. പിന്നെ ഫോറസ്റ്റ്, അതും ഒരു ഐസൊലേറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാം. ജിയോളജിക്കൽ ഐസൊലേറ്റിംഗ് ഫാക്ടർ. ഡെസേർട്ട് അല്ലെ, അത് താണ്ടി പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇങ്ങനെ ഈ ഒരു സംതിങ് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ദാറ്റ് ഇസ് പ്രിവെന്റിങ് ദി ആനിമൽസ് ഫ്രം ഇന്റർബ്രീഡിങ് ഓർ കമ്മിങ് ക്ലോസ്, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ജോഗ്രഫിക്കൽ ഐസൊലേഷൻ എന്ന് പറയും. ഓക്കെ. ഇനി അടുത്തത് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണ്. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആനിമൽസ് ചിലപ്പോൾ ജീവിക്കുന്നത് ഒരേ ഏരിയയിലാവാം. ഓക്കെ. പക്ഷെ അവർ തമ്മിൽ എന്ത് നടക്കുന്നില്ല? ബ്രീഡിങ് നടക്കാൻ സാധ്യത ഇല്ല. ഓക്കെ. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഉണ്ടാവാൻ പല കാരണങ്ങൾ ഉണ്ടാവും. അതായത് ഒരു മേ ബി ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇക്കോളജിക്കൽ ബാരിയേഴ്സ് ആയിരിക്കാം, മെക്കാനിക്കൽ ബാരിയേഴ്സ് ആവാം, സൈറ്റോളജിക്കൽ ബാരിയേഴ്സ് ആവാം, ജനറ്റിക് പെക്യൂലിയാരിറ്റീസ് ആവാം. അപ്പൊ ഇങ്ങനെയുള്ള പല ബാരിയേഴ്സും ദേ ആർ പ്രിവെന്റിങ് ദ ഐദർ മേറ്റിംഗ് പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലാവാം, അതല്ലെങ്കിൽ ചിലപ്പോ മേറ്റിംഗ് നടക്കുന്നുണ്ടാവും, ഒരു വയബിൾ സൈഗോട്ട് അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഓഫ് സ്പ്രിങ്ങിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ടാവില്ല. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ സ്പീഷീസിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞത്. they cannot interbreed, even though they can breed, they cannot produce fertile offspring. അപ്പോഴാണ് അത് ഡിഫറെന്റ് സ്പീഷീസ് ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു റിപ്രൊഡക്റ്റീവ് ഐസൊലേറ്റിംഗ് മെക്കാനിസംസ് ചിലപ്പം ഫിസിയോളജിക്കൽ ആയിരിക്കാം, ഇക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ആവാം, ചിലപ്പോൾ മെക്കാനിക്കൽ ഒരു എന്താ പറയാ സ്യൂട്ടബിൾ ആവാതിരിക്കുന്നതായിരിക്കാം, മിസ്മാച്ചിങ് ആയിരിക്കാം, സൈറ്റോളജിക്കൽ പെക്യൂലിയാരിറ്റീസ് ആവാം, ജനറ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കാം. ഇത് ഏതെങ്കിലും ഒരു ഒന്നോ അതിലധികമോ ഫീച്ചേഴ്സ് ഒന്നുമില്ല അത് മെയ്റ്റിംഗ് തന്നെ പ്രിവെന്റ് ചെയ്യും, അതല്ലെങ്കിൽ മെയ്റ്റിംഗ് നടന്നാൽ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് ദി വയബിൾ സൈഗോട്ട് ഓർ ഹൈബ്രിഡ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രീ സൈഗോട്ടിക് ഓർ പ്രീ മേറ്റിംഗ് ഐസൊലേഷൻ, രണ്ട് പോസ്റ്റ് സൈഗോട്ടിക് ഓർ പോസ്റ്റ് മേറ്റിംഗ് ഐസൊലേഷൻ. അപ്പൊ പ്രീ സൈഗോട്ടിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രീ മേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ മേറ്റിംഗ് തന്നെ നടക്കുന്നില്ല, മേറ്റിങ്ങിനെ പോലും പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇത് ഈ പ്രീ സൈഗോട്ടിക് ഓർ പ്രീ മേറ്റിംഗ് ഐസൊലേഷൻ. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് പോസ്റ്റ് സൈഗോട്ടിക് ഓർ പോസ്റ്റ് മേറ്റിംഗ് ഐസൊലേഷൻ. അപ്പൊ ഇവിടെ പോസ്റ്റ് സൈഗോട്ടിക് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, സൈഗോട്ടിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട് അല്ലെ. പോസ്റ്റ് സൈഗോട്ടിക് സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്, പോസ്റ്റ് മേറ്റിംഗ് അവിടെ മേറ്റിംഗ് നടക്കുന്നുണ്ട്, സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഇറ്റ് മേ നോട്ട് ബി വയബിൾ. ഓക്കെ. അതാണ് പോസ്റ്റ് സൈഗോട്ടിക് ഓർ പോസ്റ്റ് മേറ്റിംഗ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഐസൊലേറ്റിംഗ് മെക്കാനിസംസ് ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ജോഗ്രഫിക് ഐസൊലേഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷനെ വീണ്ടും നമ്മൾ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, പ്രീ സൈഗോട്ടിക് ഓർ പ്രീ മേറ്റിംഗ് ഐസൊലേഷൻ ആൻഡ് പോസ്റ്റ് സൈഗോട്ടിക് ഓർ പോസ്റ്റ് മേറ്റിംഗ് ഐസൊലേഷൻ. ഓക്കെ. അപ്പൊ ഇനി ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.